ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഒരു 2 വരി കവിത ഓർത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. തൂക്കാനിഷ്ടം പൊൻകുരിശേ, നിന്നിൽ തൂങ്ങാനില്ലേ എൻ കുരിശേ. വിശ്വാസികളാണെന്ന് പറയുമ്പോഴും നമ്മുടെ മനോഭാവം ഇതാണ്. വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസ പ്രമാണം എന്ന പേരിൽ ഞാൻ തന്നെ എഴുതിയൊരു കവിതയാണ്. 2 വരിയേ ഉള്ളൂ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആകെ തൂക്കം പരിശോധിച്ചാൽ ഇത് മാത്രം. കഴുത്തിലൊരു കുരിശ് തൂക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അത് സ്വർണത്തിൻ്റെതാണെങ്കിൽ വളരെ സന്തോഷം. യഥാർത്ഥത്തിൽ ജീവിതമാകുന്ന കുരിശിനെ എങ്ങനെ ഒഴിവാക്കാം എന്ന ചിന്തയാണ് നമ്മെ ഉടനീളം ബാധിച്ച ഏറ്റവും പ്രകടമായ ഒരു അശുദ്ധി. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോവുകയാണ്. ഒരു കുരിശു വഹനത്തിൻ്റെ കഥ കേട്ടത് ഓർമ്മയുണ്ട്. ഒരാൾ കുരിശുമായി പോകുന്നു. കൂട്ടത്തിൽ കുറേ ആളുകൾ കുരിശ് ചുമക്കുന്നുണ്ട്. ഭാരമുള്ള കുരിശാണ്. ആ കുരിശ് എങ്ങനെ ഒഴിവാക്കാം എന്ന ചിന്തയിലാണ് ഇയാൾ കുരിശ് ചുമക്കുന്നത്. ഭാരം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നടന്ന് കുറേ മുൻപോട്ട് നീങ്ങുമ്പോൾ അയാൾ ആലോചിക്കുകയാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. ഈ കുരിശിൻ്റെ നീളം ഇത്തിരി കുറയ്ക്കാൻ ദൈവത്തോട് പറഞ്ഞാലോ. അങ്ങനെ അയാൾ പ്രാർത്ഥിച്ചപ്പോൾ അയാൾ ദൈവത്തോട് ആവശ്യപ്പെട്ടത് കുരിശിൻ്റെ നീളം അല്പം കുറച്ചോട്ടെ എന്നാണ്. ദൈവം പറഞ്ഞു, കുറച്ചോളൂ, കുഴപ്പമില്ല. അയാൾക്ക് സന്തോഷമായി. പ്രാർത്ഥന കേട്ടല്ലോ ദൈവം. വിഡ്ഢികളായ ആളുകൾ ഭാരമേറിയ കുരിശിഞ്ഞ് വന്നുകൊണ്ട് പോകുമ്പോൾ ഇയാൾ അതിൻ്റെ വാലറ്റം കുറച്ച് നീളം കുറച്ചു. ഇപ്പോൾ കുറച്ച് ഭാരം കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് വീണ്ടും അടുത്ത പ്രലോഭനം, അല്പം കൂടി കുറച്ചാലോ. അയാൾ വീണ്ടും പ്രാർത്ഥിച്ചു. ദൈവം അയാൾക്കെതിരൊന്നും നിന്നില്ല. അയാൾ ഇത്തിരി കൂടി മുറിച്ചു. അങ്ങനെ നീളം മുറിച്ച് തോളത്ത് വയ്ക്കാവുന്ന ലഘുവായ ഭാരം കുറഞ്ഞ ഒരു കുരിശ് അയാൾക്ക് കിട്ടി. എല്ലാവരും ഭാരമുള്ള കുരിശും ഒന്ന് വലഞ്ഞു പോവാണ്. അതിനിടയിലൂടെ ഇയാൾ ഈ ഭാരം കുറഞ്ഞ നീളം കുറഞ്ഞ കുരിശുമായി സന്തോഷത്തോടെ യാത്രയായി. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു വലിയ ഗർത്തം. ആ ഗർത്തത്തിന് മുമ്പിൽ എല്ലാവരും നിൽക്കുകയാണ്. ഭാരമേറിയ കുരിശ് ചുമന്ന് വലിയ കുരിശുകൾ ചുമന്ന് വന്ന ആളുകൾ ഈ ഗർത്തം കടക്കാൻ ഈ കുരിശ് ഒരു പാലമായിട്ട് ഉപയോഗിച്ചു. മലമുകളിലേക്ക് കുരിശ് അയച്ചു വെച്ചു. എന്നിട്ട് അതിലൂടെ ഈസി ആയിട്ട് അപ്പുറത്തേക്ക് കടന്നുപോയി. കുരിശ് മുറിച്ച് ചെറുതാക്കിയ പാവപ്പെട്ട മനുഷ്യൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, അക്കരയ്ക്ക് കടക്കാൻ സാധ്യമല്ല. നിത്യതയെ സംബന്ധിച്ചാണ് നമ്മുടെ വിശ്വാസം. ഈ ഭൂമിയിലെ ജീവിതം ക്ഷണികമാണെന്നും നമ്മുടെ ജീവിതം നിത്യമായിട്ടുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്നും വിശ്വസിക്കുകയാണ് യഥാർത്ഥത്തിൽ വിശ്വാസി. നാം ഇന്ന് വിശ്വാസത്തിൻ്റെ ഓരം പറ്റി നടക്കുന്നവരാണ്. ശരിയായ പാതയിലല്ല പലപ്പോഴും നമ്മുടെ സഞ്ചാരം. നാം അത് തിരിച്ചറിയുന്ന പോലും ഉണ്ടാവണമെന്നില്ല. അവിടെയാണ് ക്ലേശങ്ങൾ എങ്ങനെയും പരിഹരിച്ചു നൽകുന്ന ഒന്നായി കുരിശിനെ തെറ്റിദ്ധരിക്കുന്നത്. നമ്മുടെ ജീവിതമാകുന്ന കുരിശ് ചുമന്ന് ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്രയായാൽ നിത്യത നമുക്ക് അവകാശമാക്കാം എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുക. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 24-ാം തിരുവചനത്തിൽ ഈശോ നമ്മളോടത് പറയുന്നുണ്ട്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് അനുദിനം എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്രയാകണമെങ്കിൽ ജീവിതത്തിലെ ക്ലേശങ്ങളെ സ്വീകരിക്കുന്ന മനോഭാവം ഉണ്ടാകണം. ജീവിതത്തെ ഒരു കുരിശായി തിരിച്ചറിയണം. ഈ ജീവിതം നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗമായി മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വേദനകളും ദുരിതങ്ങളും ഒക്കെ ഏറുമ്പോൾ ദൈവമേ ഇതൊന്നും മാറ്റിത്തരണമേ എന്ന് പറയാത്തവരായി ആരും ഉണ്ടാകില്ല. അങ്ങനെയൊന്നും മാറ്റിത്തരാത്തൊരു ദൈവമാണെങ്കിൽ എന്തിനു പിന്നെ ഈ ദൈവത്തിൻ്റെ പിന്നാലെ നടക്കണമെന്നാണ് ആളുകൾ ചോദിക്കുക. പ്രാർത്ഥനയുടെ ലക്ഷ്യം ഉദ്ദിഷ്ടകാര്യ സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചത് പിന്നെ എന്തിനു പ്രാർത്ഥിക്കണമെന്നാണ്. അവിടെയാണ് പ്രാർത്ഥനയുടെ പരമമായ ലക്ഷ്യത്തെ നാം മറന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോക ജീവിതത്തെ നിത്യതയ്ക്കുള്ള സാധ്യതയായി തിരിച്ചറിയാനും പ്രയോഗിക്കാനും പ്രാർത്ഥന ആവശ്യമാണ്. നമ്മൾ വണങ്ങുന്ന വിശുദ്ധരുണ്ടല്ലോ, അവരൊക്കെ ജീവിതത്തിലെ കുരിശുകളെങ്ങനെ സ്വീകരിച്ചവരാണ്. കുരിശാണ് രക്ഷ എന്ന് കരുതിയവരാണ്. ജീവിതമാകുന്ന കുരിശിനെ ഒരിക്കലും തള്ളിക്കളയാതെ സന്തോഷത്തോടെ സ്വീകരിച്ചവർ. ഇതൊക്കെ പോകട്ടെ, സാധാരണഗതിയിൽ നമ്മൾ വിശ്വാസമായി തെറ്റിദ്ധരിക്കുന്നത് പലപ്പോഴും യഥാർത്ഥ വിശ്വാസത്തെയല്ല,
ക്രിസ്തു അനുഗമനത്തെ അല്ല, കേവലം ഭക്താഭ്യാസങ്ങളെയാണ്. ഒരു വൈകാരികമായ തൃപ്തി, സന്തോഷം, വൈകാരികമായ ബന്ധം ഒക്കെയാണ് നമുക്കിഷ്ടം. കാരണം നമ്മൾ സാധാരണ മനുഷ്യരാണല്ലോ, മനസ്സുള്ളവർ. മനസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വികാരം. ഭക്തിയെ ഒരു വികാരമാക്കിയാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുക, വൈകാരിക ഭക്തി. യഥാർത്ഥ ഭക്തി എന്താണെന്ന് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 26-27 തിരുവചനങ്ങൾ നമുക്കത് കാണാം. അനാഥർക്കും വിധവകൾക്കും വേണ്ടിയായിരിക്കുക, ഒപ്പം തന്നെ കളങ്കമേൽക്കാതെ തന്നെ സൂക്ഷിക്കുക. കളങ്കം എന്ന് വെച്ചാൽ തിരികെ എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക്, വേദനിക്കുന്നവർക്ക് നന്മയായി മാറുക എന്നതാണ് യഥാർത്ഥ ഭക്തി. നാം ഇന്ന് അനുവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഭക്താഭ്യാസങ്ങളാണ്. ഭക്താഭ്യാസങ്ങൾ മോശപ്പെട്ട കാര്യമല്ല, സഭ പ്രധാനപ്പെട്ടതായിട്ട് തന്നെ കാണുന്നുണ്ട്. സഭ കൂദാശകൾ, കൗദാശിക കൽപ്പങ്ങൾ എന്നതിന് ശേഷം പ്രധാനപ്പെട്ടതായി പറയുന്നൊരു കാര്യം പൊതുജന ഭക്തിയാണ്. അത് നിഷേധിക്കാവുന്ന കാര്യമല്ല. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 1674 ഈ പൊതുജന ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പൊതുജന ഭക്തിയിലാണ് നാം ഭക്താഭ്യാസങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്. ക്രൈസ്തവരുടെ മതാത്മകത സഭയുടെ കൗദാശിക ജീവിതത്തോടനുബന്ധിച്ചുള്ള വിവിധ ഭക്താഭ്യാസങ്ങളിലൂടെയാണ് പ്രകാശിതമാകുക എന്നാണ് ഈ ഖണ്ഡിക പറയുന്നത്. അതിനർത്ഥം സുഹൃതാത്മകമായൊരു ജീവിതം സഭയിൽ പ്രകാശിതമാകുന്നത് ഭക്താഭ്യാസങ്ങളിലൂടെ കൂടെയാണ്. അവയാണ് തനതായിട്ടെന്നല്ല, ഭക്താഭ്യാസങ്ങൾക്ക് അതിന് പ്രധാന പങ്കുണ്ട്. ചെറുതൊന്നും വലുതൊന്നും കരുതുന്ന ഭക്താഭ്യാസങ്ങൾ നാം ഏർപ്പെടുമ്പോൾ അവയെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യാൻ കാരണമായിട്ട് മാറും. തിരുശേഷിപ്പ് വന്ദനം, വിശുദ്ധ സ്ഥല സന്ദർശനങ്ങൾ, തീർത്ഥാടനങ്ങൾ, പ്രദക്ഷിണങ്ങൾ, ജപമാല, കുരിശിൻ്റെ വഴി, മെഡലുകൾ, ഇവയൊക്കെ ഭക്തിയുമായി ചേർന്ന് ഇവയൊക്കെ ഭക്താനുഷ്ഠാനങ്ങളായിട്ട് വരുന്നവയാണ്. ഈ ഭക്താനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റാൻ പറ്റും. നിക്കിയ ട്രെൻഡ് കൗൺസിലുകൾ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്, ഭക്താഭ്യാസങ്ങളുടെ പ്രാധാന്യം. നമ്മൾ സാധാരണ പറയുമല്ലോ, തീർത്ഥാടനങ്ങൾ നടത്തുന്നു, വിശുദ്ധ സ്ഥലങ്ങളിൽ പോകുന്നു. അവയൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്ന ഗുണമെന്താ? നാം ഈ വിശ്വാസധാരയുടെ ഭാഗമാണെന്ന ബോധ്യം നമുക്ക് ജനിപ്പിക്കും. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അനുസ്യൂതമായ ഒഴുക്ക് നിത്യതയോളം എത്തുന്നതാണെന്ന ബോധം നമ്മിൽ ജനിപ്പിക്കും. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 1676 ഭക്താഭ്യാസങ്ങൾ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സാധാരണ രീതിയിൽ ആത്മീയമായ വളർച്ച പ്രാപിക്കുമ്പോഴൊക്കെ ആവശ്യമുള്ളവയാണോ? വചനം ധ്യാനിച്ചാൽ പോരെ, കൂദാശകളിൽ പങ്കെടുത്താൽ പോരെ എന്ന് നമുക്ക് സാധാരണ ചിന്തയുണ്ടാവും. വാസ്തവത്തിൽ ആത്മീയത എപ്പോഴും തുടക്കത്തിൽ തന്നെയാണ്. എവിടെയാണ് ആത്മീയതയിൽ ഒരാൾ ഉന്നതിയിലെത്തിയെന്ന് പറയാൻ പറ്റുക? എത്ര ഉന്നതിയിലെത്തുമ്പോഴും നാം തുടക്കത്തിൽ തന്നെയാണ്. ആത്മീയ ഔന്നത്യത്തിലാണ് താനെന്നൊരാൾ കരുതിയാൽ സംഭവിക്കാനിടയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു വീഴ്ച, അയാൾ അഹങ്കാരത്തിലേക്ക് പോകുന്നു. അങ്ങനെ ആത്മീയതയിൽ നേരെ കുത്തനെ താഴേക്ക് വീഴാനിടയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ആത്മീയ വഴിയിൽ ചരിക്കുന്നു എന്ന് കരുതുന്നവർ തുടക്കക്കാരായി സ്വയം പരിഗണിക്കണം. നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നത് വളർച്ച പ്രാപിച്ച ആളുകൾ, അങ്ങനെയൊക്കെയാണല്ലോ ആളുകളെ വിലയിരുത്തുക. അങ്ങനെ ഒരു വളർച്ച ആത്മീയതയിലില്ല. നാം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ക്രിസ്തു നമ്മിൽ വസിക്കുന്നുണ്ട്. അറിവുണ്ടാകും തോറും നാം തിരിച്ചറിയുന്നൊരു കാര്യം, നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവുമായി നമുക്കൊരു അകലമുണ്ടെന്നാണ്. ആത്മീയ ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കൂടുതൽ വെളിവാകും. ഒരാൾ എങ്ങനെയാണ് തൻ്റെ കുറവുകൾ തിരിച്ചറിയുന്നത്? പ്രകാശത്തോട് അടുക്കും തോറും നമ്മിലുള്ള മാലിന്യങ്ങൾ കൂടുതലായി വെളിവാക്കപ്പെടും. ചില ആളുകളൊക്കെ പരാതിപ്പെടാറുണ്ട്, ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോഴും കുറവുകളേറെയുണ്ട്. ഈ കുറവുകൾ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അതിൽ കുറ്റബോധമല്ല വേണ്ടത്. ആത്മീയമായ പ്രയാണത്തിനകത്ത് ദൈവത്തോട് അടുക്കുമ്പോൾ, കൂടുതൽ കൂടുതൽ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ സൂക്ഷ്മതയോടെ നമ്മെ പരിശോധിക്കാനും തിരിച്ചറിയാനും നമുക്ക് കഴിയും. അനുതാപമാണ് വഴി. പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള പ്രയാണ ദിശയിൽ നമ്മളൊന്നും കൈവിടാൻ പാടില്ല. തീർത്ഥാടനങ്ങൾ, സാധാരണ ഒരു തീർത്ഥാടനത്തിന് പോകുന്നത് ഇന്നതൊരു ആഘോഷമായിട്ടാണ്, അല്ലെങ്കിൽ അതൊരു വിനോദയാത്രയായിട്ടാണ്. ഓരോ തീർത്ഥാടനവും കുറേ സ്ഥലങ്ങൾ കാണുക, അവിടെയുള്ള
ഭക്ഷണങ്ങൾ സ്വീകരിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. വാസ്തവത്തിൽ ഒരു തീർത്ഥാടനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടത് എന്താണ്? നാം ദൈവത്തെ തേടുന്നവരാണ് എന്നൊരു ബോധ്യം അത് നമ്മെ ജനിപ്പിക്കും. നമ്മുടെ അകത്തുള്ള ആളെ തന്നെയാണ് ഈ പറയുന്നത്, പക്ഷെ തേടുകയാണ് എന്ന ബോധം ജനിപ്പിക്കും. ദൈവം നമ്മിലാണെന്ന് പറയുമ്പോഴും ദൈവത്തെ അനുഭവിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ സാക്ഷാത്കാര അനുഭവത്തിലേക്ക് വരാൻ കഴിയാത്ത ഒരു പരിമിതി അന്ത്യത്തോളം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ദൈവത്തിലായി എന്ന് ഉറപ്പായാൽ പിന്നെ അയാളില്ല. കടന്നു പോകൽ പൂർത്തിയാകുമ്പോഴാണ് അത് സംഭവിക്കുക. അപ്പോൾ ആ വഴിയിൽ ഉടനീളം നിരന്തരമായി ദൈവവുമായി ചേർന്ന് പോകാനുള്ള ഒരു ദാഹം നമ്മൾ ജനിപ്പിക്കുന്നത് തീർത്ഥാടനങ്ങൾക്ക് അതിൽ പങ്കുണ്ട്. അതുകൊണ്ട് തീർത്ഥാടനം അതിപ്രാധാന്യമുള്ള ഒന്നാണെന്നല്ല, ഈ വഴിയിൽ നമ്മെ സഹായിക്കുന്ന ഒന്നാണെന്ന് തിരിച്ചറിയണം. വിശുദ്ധ സ്ഥലങ്ങളിൽ പോകുന്നവർ അകത്തുള്ള ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ പുറകിലുള്ളത് ഈ സ്ഥലത്ത് പോകുമ്പോൾ ദൈവാനുഭവത്തിൻ്റെ ഒരു തലത്തിലേക്ക് തന്നെ എടുത്തു വയ്ക്കാനുള്ള പ്രേരണ ഉണ്ടാവും. ഇപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലത്ത് പോകുന്നു എന്ന് പറയുമ്പോൾ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന കഥകളിലൂടെ പോകാനല്ല, ഫാത്തിമയിലോ ലൂർദിലോ വേളാങ്കണ്ണിയിലോ വല്ലാർപാടത്തോ ഒക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യം മാതാവ് അവിടെ ഒരടയാളം പ്രവർത്തിച്ചു, മാതാവ് അവിടെ വന്നു എന്ന് വിശ്വസിക്കുമ്പോൾ നാം ആ യാത്ര പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ളൊരു യാത്രയാക്കി അതിനെ മാറ്റാൻ നമുക്ക് കഴിയും. വിശ്വാസ വഴിയിൽ ഒരു ജ്വലനം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്ന ഒരാളാന്നിരിക്കട്ടെ, അങ്ങനെ പോകുന്ന ആ യാത്രയിലൂടെ അയാൾ ഈ ദൈവാഭിമുഖ്യത്തിലേക്ക് വന്നാൽ പ്രാർത്ഥന ആരംഭിക്കാൻ കഴിയും, എളുപ്പത്തിൽ കഴിയും. അപ്പോൾ നമ്മൾ വേളാങ്കണ്ണി പോയി അവിടെ ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു, അപ്പോൾ പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരാൻ ഒരു കാരണമായിട്ടത് മാറിയേക്കാം, സഹായകമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ തിരുശേഷിപ്പുകളുടെ വന്ദനം. തിരുശേഷിപ്പുകളൊക്കെ വിശുദ്ധന്മാരെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ എന്ന ബോധ്യം നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും എന്നൊരു ബലം പകരുന്ന കാര്യം കൂടിയാണ്. ഒരു വിശുദ്ധാത്മാവ് തന്നെ ഉപേക്ഷിച്ച് ജീവിച്ചതിൻ്റെ ഒരു ഓർമ്മ ഒരു ഭൗതിക അവശിഷ്ടത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ കയ്യിൽ വരുമ്പോൾ ഇതുള്ളതാണെന്ന് എളുപ്പത്തിൽ വിശ്വസിക്കാൻ പറ്റും. നമുക്കെപ്പോഴും സന്ദേഹമുണ്ടല്ലോ, എത്ര വിശ്വാസത്തിൽ പുരോഗമിക്കുമ്പോഴും ഒരു സന്ദേഹം ബാക്കി നിൽക്കും. ആ സന്ദേഹത്തെ മറികടക്കാനായിട്ട് തിരുശേഷിപ്പുകൾ നമ്മെ സഹായിക്കുന്നവയാണ്. അതിലൂടെ ഒരു ശക്തിയും പ്രവഹിക്കുന്നു എന്നല്ല അതിനർത്ഥം, അതിലൂടെ വിശുദ്ധം പ്രവർത്തിക്കുന്നു എന്നല്ല അതിനർത്ഥം. ഈ വിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് ഈ ഭൗതിക വസ്തുക്കൾ മാറിത്തീരും. അതേപോലെയാണ് നമ്മൾ ജപമാല, കുരിശിൻ്റെ വഴി, അവയൊക്കെ നമ്മളെ കൂടുതൽ ദൈവാവബോധത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഭക്താഭ്യാസങ്ങളാണ്. ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലിരുന്ന് ആരാധന എന്ന പേരിൽ, ആരാധിക്കാൻ എന്ന പേരിൽ നമ്മൾ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ശരിക്കും നമ്മൾ ആരാധിക്കുകയല്ല. ആരാധന എവിടെയാണ്? ആരാധന പരിശുദ്ധ കുർബാനയിലാണ്. ആ കുർബാനയുടെ സമീപത്തിരിക്കുമ്പോൾ ഒരു സാന്നിധ്യാവബോധത്തിലേക്ക് നമ്മൾ വരും. വേറെ എവിടെ ഇരിക്കുന്നതിനേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട മാനസിക നില കൈവരിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ഈശോയുടെ കൂടെയാണ് ഇരിക്കുന്നതെന്ന് അകമേ തിരിച്ചറിയാൻ കഴിയാത്ത നമ്മൾ പുറമെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഈ അവബോധത്തിലേക്ക് വരും. അത് ഗുണകരമായൊരു കാര്യമാണ്. ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും വെറുതെ പോയിരുന്നാലും അത് ഗുണപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഭക്താഭ്യാസങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ പുരോഗമനത്തിനുള്ള വഴികളായിട്ട് നമ്മൾ കാണണം. അവിടെയാണ് നാം സാധാരണ ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ. ചിലർ കഴുത്തിൽ ജപമാല ഇടുന്നു, ചിലർ കാശ് രൂപങ്ങൾ ഇടുന്നു, കുരിശ് ധരിക്കുന്നു. അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം അതാണ്. ഇപ്പം വിവാഹിതയായ സ്ത്രീ താലിയിൽ ഒരു കുരിശ് വെച്ചിട്ടുണ്ട്. അത് കാര്യം അറിഞ്ഞിട്ടാണോ അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വേറെ കാര്യം. സാധാരണ വിവാഹിതയാണെന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈ താലിയെ പലപ്പോഴും കാണുന്നത്. വാസ്തവത്തിൽ എന്താണ്? കുരിശിനെ വരിച്ചു എന്നാണ് പറയുക. ഭർത്താവ് കുരിശാണെന്ന അർത്ഥത്തിലല്ല, കുരിശിനെ വരിച്ചു എന്നാണ്. ക്രിസ്തുവിനെ പ്രതി ഒരാളെ സ്വീകരിക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. എന്നാൽ ഈ സ്വീകരിച്ച വ്യക്തിയോ എപ്പോഴും ഒരു എതിരായി നിൽക്കും. കാരണം നാം അല്ലാത്ത നമ്മിലുള്ള ഭാവമാണ് മറ്റേ ആൾ, നാം അല്ലാത്ത നമ്മിലുള്ള തന്നെ ഭാവമാണ് ഈ അപരൻ. ഈ അപരൻ എപ്പോഴും നമുക്ക് എതിരായി നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ സാമാന്യഗതിയിൽ ഈ അപരനെ അങ്ങനെ സ്വീകരിക്കാൻ കഴിയില്ല. അവിടെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം ക്രിസ്തുവിനെ പ്രതിയാണ്. ക്രിസ്തുവിനെ പ്രതിയാകുമ്പോൾ ഈ ആളുടെ കുറവ് നമ്മൾ ക്ഷമിക്കും. സ്വീകരിക്കുന്ന ഈ താലി ആശീർവദിക്കപ്പെട്ട ഒരു കുരിശാണ്.
ആശീർവദിക്കപ്പെട്ട ഈ കുരിശ് നിരന്തരം ഓർമ്മപ്പെടുത്തുന്നത് വിവാഹമെന്ന കൂദാശയാണ്. എന്തുകൊണ്ടാണ് പുരുഷനൊരു താലിമാല ഇല്ലാതായി പോയതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ പാട്രിയാർക്കലായ ഭാവങ്ങൾ കൈവിടാത്തതിൻ്റെ ഭാഗമാണത്. പുരുഷന് വിവാഹത്തിൻ്റെ അടയാളങ്ങൾ ആവശ്യമില്ല, സ്ത്രീക്ക് അടയാളം ആവശ്യമുണ്ട്. സ്ത്രീ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് പലപ്പോഴും നമ്മുടെ സമൂഹം കരുതുന്നുണ്ട്. അതുകൊണ്ട് ഇവൾ എൻ്റെ ആണെന്ന് അടയാളപ്പെടുത്താൻ വേറെ ആരും ഇങ്ങോട്ട് കണ്ണു വെക്കേണ്ട, ഇതെൻ്റെ ആണെന്ന് പറയാൻ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആ ഒരു മനോഭാവം പലപ്പോഴും ഉണ്ട്. ഞാൻ ആ മനോഭാവത്തെയും സാമൂഹികമായ കാഴ്ചപ്പാടുകളെയും നിരാകരിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ആ സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗുണം, അവൾക്ക് ക്രിസ്തുവിനെ പ്രതി ഈ അവരൻ്റെ കുറവുകൾ സഹിക്കാനും സ്വീകരിക്കാനും കഴിയുന്ന ഒരു കാര്യമാണ് ആ വെഞ്ചരിച്ച ഒരു ചെറിയ താലി. ഇങ്ങനെ നമ്മൾ മെഡലുകളൊക്കെ ധരിക്കും, ചെറുപ്പകാലം തൊട്ടേ മെഡലുകളൊക്കെ ധരിക്കുമല്ലോ. ഇപ്പം എൻ്റെ ഓർമ്മയിൽ തിരുബാല സഖ്യത്തിൽ ചേർന്നപ്പോഴാണ് ഒരു മെഡൽ കിട്ടിയത്. 25 പൈസയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്, വീട്ടിൽ നിന്ന് അത് തരില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് തരാത്ത വേറെ എവിടെ നിന്ന് കിട്ടാനാണ്? 5 പൈസയ്ക്ക് പോലും വിലയുള്ളൊരു കാലമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ, യുവജനങ്ങൾക്കും പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യമാണ് ഈ 5 പൈസയൊക്കെ. 5 പൈസ തരാൻ നിവൃത്തിയില്ലാത്ത മാതാപിതാക്കളും തരില്ലാത്ത മാതാപിതാക്കളും, ദൈവത്തിൻ്റെ കാര്യത്തിനാണെന്ന് പറഞ്ഞാൽ പോലും തരില്ലാത്ത മാതാപിതാക്കളൊക്കെയുള്ള കാലമാണ്. അപ്പോൾ അന്ന് എനിക്കത് സൗജന്യമായിട്ടാണ് കിട്ടിയത്. കാരണം പെലാജിയമ്മ എന്ന കന്യാസ്ത്രീയമ്മയ്ക്ക് എന്നോട് ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. ആ വാത്സല്യത്തിന് കാരണം എൻ്റെ അമിത ഭക്തിയാണ്. ഞാൻ വളരെ ഭക്തനായ ഒരു കുട്ടിയായിരുന്നു. എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രതീക്ഷ ഡൊമിനിക് സാവിയെ പോലെ 12 വയസ്സാകുമ്പോൾ മരിക്കണമെന്നാണ്. ഒരു കണക്കിൽ 12 വയസ്സായപ്പോൾ ഞാൻ മരിച്ചു. ഞാൻ ദൈവത്തെ ഉപേക്ഷിച്ച് നിരീശ്വരവാദിയായിപ്പോയി. അതൊരു മരണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, 12 വയസ്സിൽ മരിക്കണം, പാപം ചെയ്യാൻ, സ്വതന്ത്ര ബുദ്ധിയോടെ പാപം ചെയ്യാൻ ഇടയാകുന്നതിന് മുമ്പ് മരിക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ജീവിച്ചിരുന്നൊരു കാലമാണ്. അപ്പോൾ ഈ പെലാജിയം എനിക്ക് കാശ് രൂപം തന്നു. അത് ശനിയാഴ്ച ദിവസങ്ങളിൽ അത് കുത്തിക്കൊണ്ട് പോകണം. ശനിയാഴ്ച തിരുബാലസയ്ക്കും കൂടുമ്പോൾ അത് കുത്തിക്കൊണ്ട് പോകണം. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ആ റോസ് നിറത്തിലുള്ള ഒരു റിബണിൻ്റെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്ന ചെറിയൊരു ഉണ്ണീശോയുടെ രൂപം. ഉണ്ണീശോയെ നിരന്തരം ഓർക്കാനും ബാല്യത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഉണ്ണീശോയുടേതാണെന്ന ബോധ്യത്തിൽ വളരാനും ഈ കാശുരൂപം ഒരു സഹായമായിരുന്നു. കാശുരൂപങ്ങളും മെഡലുകളൊക്കെ നമ്മളെ സഹായിക്കുന്നത് അപ്രകാരത്തിലാണ്. അത് എന്തെങ്കിലും ഒരു ശക്തി ഒഴുകി വരുന്നൊരു സ്ഥലമല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില അടയാളങ്ങളിലൂടെ കടന്നു പോവുക. അടയാളങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മൾ സ്ഥിരബുദ്ധിയുള്ളവരല്ലല്ലോ, ഒരു ബുദ്ധി നിൽക്കുന്നവരല്ല. നിമിഷ നേരം കൊണ്ട് നമ്മുടെ സ്വഭാവം മാറും, ചിന്തകൾ മാറും, വിചാരങ്ങൾ മാറും. അപ്പോൾ ഈ നിലനിൽപ്പില്ലാത്ത ഒരു മനസ്സിൻ്റെ ഘടനയ്ക്ക് എവിടെയെങ്കിലും ഒരു താങ്ങ് കിട്ടിയാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രേരണ കിട്ടിയാൽ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റൂ. അകമേ ദൈവം വസിക്കുന്നുവെന്ന് ബാല്യകാലം മുതൽ കേൾക്കുന്നവരാണ് നമ്മൾ. കൊളോസ്യർ 1:27 അറിയാത്തവരായിട്ട് ഇപ്പോൾ ആരുണ്ട്? ധ്യാനം കൂടി വചനമൊക്കെ പടം പഠിച്ച് എല്ലാവർക്കും അറിയാം. മഹത്വത്തിൻ്റെ പ്രത്യാശയവൻ നിങ്ങളിലുണ്ട്. അതൊരു രഹസ്യമാണ്, നിഗൂഢതയാണ്. അങ്ങനെ നിഗൂഢ രഹസ്യമായ ക്രിസ്തു അകമേ വസിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. 10 വയസ്സാകുമ്പോൾ മുതൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് കുർബാന അനുഭവം എന്നത് എത്രത്തോളം ആഴത്തിലാണെന്നല്ല, സാമാന്യമായി ലഭ്യമാകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും കുർബാന സ്വീകരിച്ച് ഒരു 5 നിമിഷം കഴിയുന്നതിന് മുമ്പ് അകത്ത് വന്ന കർത്താവിനെ നമ്മൾ മറന്നുപോകും. ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് അന്ന് കളിക്കാൻ വിടില്ലായിരുന്നു. ഇപ്പോൾ ആകെ കളികളാണ്. അന്ന് കളിക്കാൻ പോലും വിടില്ല. എന്നിട്ട് അന്ന് ആ വെള്ള വസ്ത്രം ധരിച്ചൊക്കെ തന്നെ, ആ ബനിയനൊക്കെ ഇട്ട് തന്നെ നടക്കും. കളിക്കാനൊന്നും പോകുമ്പോൾ അനങ്ങാതിരിക്കണം. എന്തുകൊണ്ടാണ്? ഈശോ അകത്ത് വന്നേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മെഡലുകൾക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ പറ്റും. ഇനി സൊഡാലിറ്റി ചേരുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ, അമലോത്ഭവ മാതാവിൻ്റെ കാശുരൂപം കിട്ടും. അപ്പോൾ കാശുരൂപങ്ങൾ സാധാരണ രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുന്നത് ഈ ദൈവാവബോധത്തിലേക്ക് ഉയരാനാണ്. അങ്ങനെ ദൈവാവബോധം നമുക്ക് നൽകുന്ന വസ്തുക്കൾ ആശീർവദിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ടവ കൂടിയാകുമ്പോൾ നാം മാമോദീസയെ അനുസ്മരിക്കുന്നവരും ഈ വിശുദ്ധ ബോധ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നവരുമാകും. ആത്മീയതയെ കുറെ വളർന്ന ആളുകൾക്ക് ഇനിയൊരു മെഡലിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, എപ്പോഴും കർത്താവിന് ഓർമ്മയുണ്ടോ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. എപ്പോഴും കർത്താവിന് ഓർമ്മയുണ്ടെങ്കിൽ പിന്നെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ആ ഓർമ്മ നിലനിർത്താൻ കഴിയുന്നില്ല. ഇങ്ങനൊരു ഓർമ്മ നിലനിർത്തുന്ന കാര്യമാണ് വിശുദ്ധിയെ, നമ്മുടെ മാമോദീസയെക്കുറിച്ചുള്ള ബോധ്യത്തെ നിലനിർത്തുന്ന കാര്യമാണ്
ആശീർവദിക്കപ്പെട്ട ഓരോ മെഡലുകളും. ഈ മെഡലുകൾക്ക് തമ്മിൽ എന്തെങ്കിലും ശക്തിഭേദങ്ങളുണ്ടോ? ഒന്ന് വലിയ ശക്തിയുള്ളതും ഒന്ന് ശക്തി കുറഞ്ഞതും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പം ചിന്ത. സെന്റ് ബെനഡിക്റ്റിന്റെ കുരിശ് കിട്ടിയാൽ പിശാച് ഓടുമെന്നും സാധാരണ കുരിശിന് അത്ര ശക്തി പോരെന്നും നമ്മൾ ചിന്തിക്കും. കാരണം നമ്മുടെ മനസ്സിന്റെ ഘടന എപ്പോഴും എങ്ങനെയാണ്? ശക്തി അന്വേഷിക്കുകയാണ്, എന്തെങ്കിലും ശക്തി ഒഴുകുന്ന കാര്യമുണ്ടെന്ന്. ഒരു സഹോദരൻ ഓശാന ഞായറിൻ്റെ അന്ന് പ്രദർശനമൊക്കെ വരുമ്പോൾ എല്ലാവരും അകത്ത് കയറാൻ തിരക്കൂട്ടുന്നതിനിടയ്ക്ക് ഞാനൊരു വാതിലിൻ്റെ അരികിൽ പോയി നിൽക്കണം അകത്തേക്ക് കയറാൻ. അപ്പോൾ ഒരു ചേട്ടൻ 2 കാലിലും വെരിക്കോസ് വെയിനുള്ള ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ വേറൊരു ചേട്ടൻ വന്നു. ഒരു സൗഹൃദ സംഭാഷണമാണ്. അപ്പോൾ വന്ന ചേട്ടൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പോൾ കാലിന്? കുറവുണ്ട്. ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, അവിടുത്തെ മാതാവിന് ഭയങ്കര ശക്തിയാണ്. ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഈ ചേട്ടൻ ഓശാനയ്ക്ക് വരുന്നത്? എന്തിനാണ് പരിശുദ്ധ കുർബാനയിൽ വരുന്നത്? അവിടുത്തെ മാതാവിന് വലിയ ശക്തിയുണ്ടെന്ന്. അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ മാതാവിനെ പ്രതിഷ്ഠിക്കും. പണ്ട് മൂർത്തികളുണ്ടായിരുന്ന പോലെയാണ്. അങ്ങനെ പലയിടത്തും ശക്തിവിശേഷ ഭേദങ്ങളുള്ള മാതാവുമാരുള്ള കാലമാണ്. വിശുദ്ധന്മാരൊക്കെ അങ്ങനെയാണ്. ഓരോ സ്ഥലത്ത് പാതുവായിലെ അന്തോനി എറണാകുളത്ത് എത്തിയത് ഈ കാലദേശങ്ങളൊക്കെ കടന്നിട്ടാണ്. പക്ഷെ അത് മനസ്സിലാക്കാതെ നമുക്ക് ചില പള്ളികളിലുള്ള അന്തോനിക്ക് ശക്തി കൂടുതലാണ്. എല്ലാ പള്ളിയിലും അന്തോനിസിന്റെ രൂപം ഇരിപ്പുണ്ട്. പക്ഷെ ചിലരിടത്ത് പോയി പ്രാർത്ഥിച്ചാൽ എന്ന് നമ്മൾ വിചാരിക്കും. ഇത് വിശ്വാസത്തിൻ്റെ ഒരു വീഴ്ചയാണ്. വാസ്തവത്തിൽ കാശുരൂപങ്ങൾ അല്ലെങ്കിൽ മെഡലുകൾ എന്നത് നാം ധരിക്കുമ്പോൾ ഓർമ്മ ഉണർത്തേണ്ടവയാണ്. അതിനല്ലാതെ അവയിലൂടെ എന്തെങ്കിലും അതിമാനുഷികമായ ശക്തി, ദൈവികമായ ശക്തി പ്രവഹിക്കുന്നു എന്ന് കരുതരുത്. ആശീർവാദങ്ങളെല്ലാം കൗദാശിക കൽപ്പങ്ങളാണ്. കൂദാശകൾ, കൗദാശിക കൽപ്പങ്ങൾ, പൊതുജന ഭക്തി, അങ്ങനെയാണ് അതിൻ്റെ ക്രമം. അതിൽ കൗദാശിക കൽപ്പങ്ങളിലാണ് ആശീർവാദങ്ങൾ. ആശീർവദിക്കപ്പെട്ട ഏത് കുരിശും ഒരേ ശക്തിയുള്ളതാണ്. എന്ത് ശക്തി അതിനുള്ളത്? ആശീർവാദത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്താണ്? ഒന്ന് ക്രിസ്തുവിന്റെ നാമത്തിലാണ്, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിലാണ്, സഭയുടെ ആശീർവാദമാണ്. സഭയുടെ ആശീർവാദം പിതാവായ ദൈവത്തിന്റെ ആശീർവാദമാണ്. ആ ആശീർവാദത്തിൽ സഭ ഈ വസ്തുവിനെ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ വിശുദ്ധീകരിക്കുന്ന ഈ വസ്തു യഥാർത്ഥത്തിൽ എന്തെങ്കിലും ശക്തിവിശേഷങ്ങളുടെ ഭേദങ്ങളുള്ള ഒന്നല്ല. ശക്തിഭേദങ്ങൾ അതിനില്ല. പക്ഷെ നമ്മൾ ചില വസ്തുക്കളെ പ്രധാനപ്പെട്ടതായിട്ട് കരുതും. അത് നമ്മുടെ ബോധ്യത്തിന്റെ പ്രശ്നമാണ്. ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്നറിയാമോ? ഇങ്ങനെ കുരിശ് കഴുത്തേലിടുമ്പോഴും കാണുമ്പോഴും ഒന്നും നമ്മുടെ നെറ്റിയിലുള്ള കുരിശിനെ നമ്മൾ ഓർക്കില്ല. നമ്മുടെ നെറ്റിയിൽ ഇതിനേക്കാളൊക്കെ വിശേഷപ്പെട്ടൊരു കാര്യം നടന്നിട്ടുണ്ട്. ഇത് കൗദാശിക കൽപ്പമാണ്, ആശീർവാദമാണ്. ആശീർവാദം കൂദാശിയിലേക്ക് തിരിഞ്ഞിരിക്കും, അത്രേ ഉള്ളൂ. നെറ്റിയിലുള്ള കുരിശോ? കാറ്റക്കിമൻ ഓയിൽ കൊണ്ട് നിങ്ങളുടെ നെറ്റിയിൽ മാമുദിസയിൽ വരയ്ക്കുന്ന ആ കുരിശടയാളം മായാത്ത മുദ്രയാണ്. അത് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, എന്നാൽ അത് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ആത്മാവിന്റെ മേലുള്ള മുദ്രയാണ്. ഒരിക്കലും നഷ്ടപ്പെടാത്ത കാര്യമാണ്. ഈ കുരിശിനെ അനുസ്മരിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരിയായ ഒരു ശക്തിവിശേഷവും ഒരു കുരിശിൽ നിന്നും പ്രവഹിക്കില്ല. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അടയാളം വേറെയില്ല. കാരണം ഇത് കൂദാശയാണ്. ആശീർവദിക്കപ്പെട്ട കുരിശൊരു കൗദാശിക കൽപ്പത്തിലൂടെ ആശീർവദിക്കപ്പെട്ട ഭക്താഭ്യാസത്തിനായി നൽകപ്പെടുന്ന ഒരു ഭക്തവസ്തു മാത്രമാണ്. ഡിഫറൻസ് മനസ്സിലാക്കണം. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമുക്ക് നെറ്റിയുള്ള കുരിശിനേക്കാളും പ്രധാനപ്പെട്ടതാണ് കഴുത്തെ കിടക്കുന്ന കുരിശ്. ഇനി ചെകുത്താന്റെ ഭാഷ പഠിച്ചിട്ടാണോ എന്നറിയില്ല, ഇങ്ങനെ ഈ കുരിശിനാണ് ഭയങ്കര ശക്തി എന്ന് വിശ്വസിക്കുകയാണ്. എന്തുകൊണ്ടാണ് സെന്റ് ബെനഡിക്റ്റിന്റെ ക്രോസ് പ്രധാനപ്പെട്ടതായി പ്രചരിക്കപ്പെട്ടത്? സെന്റ് ബെനഡിക്റ്റ് ഈ പൈശാചിക തിന്മകളെ കീഴടക്കി എന്നതുകൊണ്ടാണ്. പൈശാചിക തിന്മകളെ ക്രിസ്തുവിൽ കീഴടക്കുന്നത് കൊണ്ട് ആ വിശുദ്ധൻ പ്രധാനപ്പെട്ട ആളാണ്, മോശപ്പെട്ട ആളല്ല. പക്ഷെ ആ വിശുദ്ധന്റെ കുരിശാണ്, അല്ലെങ്കിൽ ആ വിശുദ്ധൻ രൂപകൽപ്പന ചെയ്ത കുരിശാണ് പ്രധാനപ്പെട്ടത് എന്ന് കരുതുമ്പോൾ യഥാർത്ഥത്തിൽ നാം മാമുദിസയുടെ കുരിശിനെ മറന്നു പോകരുത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കുരിശ് വേറെയില്ല. വിശുദ്ധ കുരിശ് നിങ്ങളുടെ നെറ്റിയിലുള്ള അടയാളമാണ്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 1671 ആശീർവാദങ്ങളെക്കുറിച്ച് പറയുന്നത്. കൗദാശിക കൽപ്പമാണ് ആശീർവാദം. കൈവപ്പ്, കുരിശടയാളം, വിശുദ്ധ ജലം തെളിക്കൽ, ഇവയൊക്കെയാണ് വെഞ്ചരിപ്പിലുള്ളത്. ഇവയെല്ലാം മാമുദീസയെ അനുസ്മരിപ്പിക്കുന്നവയാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങൾ
വീണ്ടും ജനിച്ച ഒരാളാണ്, നിങ്ങൾ ജ്ഞാനത്തിൽ മുങ്ങിയ ആളാണ്, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട്, നിങ്ങളിൽ മുദ്രിതമായ കുരിശുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ അവബോധം നമുക്കുണ്ടാകലാണ് പ്രധാനപ്പെട്ടത്. അതിനുപയോഗിക്കുന്ന കാര്യങ്ങളാണ് കാശുരൂപങ്ങൾ, മടലുകൾ. വിവിധ തരത്തിലുള്ള മടലുകളുണ്ട്. ഞാൻ ഈ മടലുകളെക്കുറിച്ച് പറയാൻ കാര്യം, ഈ മടലുകൾക്കകത്ത് എന്തെങ്കിലും ഒരു ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് അത് ധരിക്കരുത്. ആനവാൽ മോതിരമായി പോകും. അതുകൊണ്ടാണ് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാധാരണ പറയില്ലേ, ഏലസിനകത്തൊക്കെ നിറച്ച് രക്ഷ നിറച്ച് കെട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്ത് എന്തെങ്കിലും ശക്തി നിവേശിപ്പിക്കാൻ സാധ്യമല്ല. വസ്തുക്കളിൽ ഒന്നും ശക്തി നിവേശിപ്പിക്കാൻ സാധ്യമല്ല. ഞാനത് പറയാൻ കാരണം, ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു, പക്ഷെ അത് വിശദീകരിച്ച് പറഞ്ഞില്ല. ഞാനത് പറഞ്ഞത് 8 പേർക്ക് അനുഭവം കിട്ടിയില്ല, 2 പേർക്കേ കിട്ടിയുള്ളൂ, 8 പേർക്ക് അർഹതയില്ല. ആ കാര്യമാണ് ഞാനപ്പോൾ പറഞ്ഞത്. അദ്ദേഹം ആ പ്രഘോഷണത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വൈകല്യം അല്ലെങ്കിൽ മാരകമായ തെറ്റ്, എന്തുകൊണ്ടാണ് ഈ കാശുരൂപത്തിലെ ശക്തിയെ റിലീസ് ചെയ്യാൻ പറ്റാത്തത്? പവർ എന്നാണ് പറയുന്നത്. നമ്മൾ ഭയങ്കര ശക്തിയുടെ ആളുകളാണ്. പരിശുദ്ധാത്മ ഒരു ശക്തിയല്ല, ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മ സഹവാസം എന്ന് വെച്ചാൽ ശക്തിയുടെ സഹവാസമല്ല, ഒരു വ്യക്തിയുടെയാണ്. ദൈവത്തിന് മൂന്നാമത്തെ ആൾ. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ശക്തിയാണെന്ന് പറയുമ്പോൾ അതൊരു പ്രൊട്ടസ്റ്റന്റ് ആശയമായിട്ട് മാറും. പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല. അപ്പോൾ പവർ ഇൻകാർണേറ്റ് ചെയ്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഇൻകാർണേറ്റ് ചെയ്ത പവർ റിലീസ് ചെയ്യാൻ ഇൻകാർണേറ്റ് ചെയ്ത അതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ പറഞ്ഞ ശുദ്ധ ബോഷ്ക്കും അസംബന്ധവുമാണ്. ഇങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒരു കാശുരൂപത്തിന് എന്തെങ്കിലും പ്രത്യേക മേന്മയോ ശക്തിയുള്ളത് കൊണ്ടല്ല. കാശുരൂപങ്ങളൊക്കെ, മെഡലുകളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ദൈവമാതാവിൻ്റെ, അമലോത്ഭവ മാതാവിൻ്റെ ഒരു കാശുരൂപം, അത് ജന്മപാപത്തിൽ നിന്ന് വിമോചിതമായ ഒരു ജീവിതം നയിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തും. മാമോദീസ ഓർമ്മപ്പെടുത്തും, മാതാവിനെ ഓർമ്മപ്പെടുത്തും. പരിശുദ്ധമ്മയുടെ ഭക്തിയൊക്കെ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ്? പരിശുദ്ധ അമ്മയുടെ ഒരു സ്നേഹത്തിലേക്ക് വരാൻ വേണ്ടി നമ്മളിത് പറയണേ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിന് ആമേൻ പറഞ്ഞ ഒരാളെ പിൻചൊല്ലുക വഴി ഏറ്റവും നന്നായിട്ട് പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുന്ന ഒരാളുടെ കൂടെ യാത്ര ചെയ്താൽ ക്രിസ്തുവിലേക്കുള്ള യാത്ര ഏറ്റവും ഗുണകരമാവും. അല്ലാതെ മാതാവ് ശക്തി സ്വരൂപമായ ഒരാളാണെന്ന് പറയുന്നില്ല സഭ. ശക്തി എന്ന് പറയുന്നത് ദൈവത്തിലാണ്. ആ ദൈവത്തിലേക്ക് പോകാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ടാണ് നമ്മൾ പരിശുദ്ധമ്മയെ കാണുക. അങ്ങനെ എൻ്റെയും നിങ്ങളുടെ അമ്മയാണ് പരിശുദ്ധമ്മ. പക്ഷേ പരിശുദ്ധമ്മയുടെ ഏതെങ്കിലും ഒരു മെഡലിന് എന്തെങ്കിലും ശക്തിവിശേഷം കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആശീർവാദങ്ങൾ ഏറ്റക്കുറച്ചിലുള്ളതാണെന്ന് വരും. സഭയുടെ ആശീർവാദം ഏത് പുരോഹിതനെ ആശീർവദിച്ചാലും ഒരേ ആശീർവാദമാണ്. ആശീർവാദത്തിന് ശക്തിവിശേഷ ഭേദങ്ങളില്ല എന്ന് തിരിച്ചറിയണം. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഇൻകാർണേറ്റ് ചെയ്തു ഇതിൽ നിന്നാണ്. നമ്മളെപ്പോഴും എങ്ങനെ അറിയാമോ, മെഡലുകളെ പോലെ തന്നെ ശക്തിയുള്ള അച്ഛന്മാർ വെഞ്ചരിക്കണമെന്ന് നമ്മുടെ വിചാരം. പള്ളിക്കുന്നൻ അച്ഛനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. അച്ഛനെ കാണാൻ ഒരു സ്ത്രീ ചെന്നു, വീടൊന്ന് വെഞ്ചരിക്കണം അച്ഛൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരാം. അത് അച്ഛൻ തന്നെ വരണം. ധ്യാനഗുരു പറഞ്ഞത് ശക്തിയുള്ള ഒരച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിക്കണമെന്നാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു നല്ല പൊക്കം മണ്ണൊക്കെ ഉള്ള ആളാ അച്ഛൻ, ഇത്രയും ശക്തിയൊക്കെ മതിയോ എന്ന് ചോദിച്ചു. എന്താണ് ഈ ശക്തി കൂടിയ അച്ഛനും ശക്തി കുറഞ്ഞ അച്ഛനും? അങ്ങനെയില്ല പൗരോഹിത്യത്തിൽ. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ ഭാഗവാക്കുകളായ ആളുകളാണ് എല്ലാ പുരോഹിതരും. അവരുടെ വ്യക്തിപരമായ കഴിവോ മേന്മയോ ശക്തിയോ ഒന്നും അല്ലേ പ്രകടമാകുന്നത്, സഭയുടെ ആശീർവാദമാണ്. അതുകൊണ്ട് ആശീർവാദം ചോദിച്ചാൽ തരാതിരിക്കാനും കഴിയില്ല. കാരണം ഇത് അവരുടെ കൈമുതലല്ല, അവരുടെ കയ്യിലല്ല. ഒരു പുരോഹിതനും അവന് സ്വന്തമല്ല. ദൈവജനത്തിൻ്റെ ഇടയന്മാരായി ദൈവം നിയോഗിച്ച ആളുകളാണ്. അപ്പോൾ ദൈവം നിയോഗിച്ചു, ദൈവജനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഏത് പുരോഹിതനെ ആശീർവദിച്ചാലും ആശീർവാദത്തിൻ്റെ ശക്തി ഒരുപോലെ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ വ്യക്തിപരമായി ഒരു ജപമാല കൊണ്ടു കൊടുത്ത് ആശീർവദിക്കാൻ പറഞ്ഞാൽ അച്ഛനത് വാങ്ങി പള്ളിയിൽ വെച്ചാണെങ്കിൽ വിശുദ്ധ ജലമൊക്കെ തെളിച്ച് അപ്പം തന്നെ വെഞ്ചരിച്ചു തരും. നിങ്ങൾ വഴി വെച്ചാണ് ഒരു പുരോഹിതനോട് പറയണമെങ്കിലോ എന്ത് ചെയ്യും? അച്ഛൻ അത് കൈ മേടിച്ച് പിടിച്ചിട്ട് കുറച്ച് നേരം കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് തരും. കാരണം ഇവിടെ വെച്ച് ആശീർവാദം തരാൻ പറ്റൂലല്ലോ. വിവാഹം ആശീർവദിക്കാൻ എവിടെയാണ് പറ്റിയ സ്ഥലം? നമ്മുടെയൊക്കെ ധാരണയിൽ ദേവാലയമല്ലേ. പക്ഷേ നമ്മുടെ പാപ്പ വിമാനത്തിൽ വെച്ചും വിവാഹം ആശീർവദിച്ചു. കാരണം ആശീർവാദം എന്നത് എപ്പോഴും സഭയുടേതാണ്,
അതിനിങ്ങനെ മീഡിയകൾ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഒരാൾ പറയാണ്, ഞാൻ ഇങ്ങനെ ഈ ഉപ്പിലേക്ക് ഇൻകാർണേറ്റ് ചെയ്തു, വിശുദ്ധ തൈലത്തിലേക്ക് ഇൻകാർണേറ്റ് ചെയ്തു, മെഡലിലേക്ക് ഇൻകാർണേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ, ഒന്ന് ആ പറയുന്നതിൻ്റെ അർത്ഥവ്യത്യാസം നോക്കിയേ. ഇൻകാർണേഷൻ എന്ന് വെച്ചാൽ മനുഷ്യാവതാരമാണ്, അവതരിപ്പിക്കുന്നത്. ഞാനിതിലേക്ക് നിവേശിപ്പിച്ചു, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് കടത്തി വിട്ടു, അത് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഭക്തി വേണമെന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിലും നിങ്ങൾ ആലോചിക്കുക, മന്ത്രവാദി എന്ന് വിളിച്ചാൽ കുഴപ്പമുണ്ടോ? ഇത് ആക്ഷേപിക്കാൻ പറയുന്നതല്ല, തെറ്റ് തിരിച്ചറിയാൻ പറയുന്നതാണ്. നിങ്ങൾ അലച്ചിലുകൾ നിർത്തി നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം തരുന്ന അവസരങ്ങളെ അനുഭവിക്കുക, ഉപയോഗപ്പെടുത്താണ് വേണ്ടത്. ഇനി വേറൊരു കാര്യം ആലോചിച്ച് നോക്കിയാൽ, ഇതേപോലെ നമ്മൾ ബന്ധിങ്ങ ധരിക്കും, ഒത്തിരിയൽ. അപ്പൊ കാശിരൂപം ധരിച്ചാൽ നമുക്ക് ഈ ഓർമ്മയുണ്ടാവും. അതുപോലെ ബന്ധിങ്ങ ധരിക്കും. ബന്ധിങ്ങ എന്തിനാ ധരിക്കുന്നത്? ബന്ധിങ്ങ ധരിച്ച സ്വർഗത്തിൽ പോവും. മരണനേരത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ സഹായം ലഭിക്കും. അന്ത്യകൂദാശ സ്വീകരിക്കാതെ മരിക്കുകയില്ല. കുറേ കാര്യങ്ങൾ ഉത്തിരിയത്തെക്കുറിച്ച് പറയും. അതിന് പ്രധാനപ്പെട്ട കാരണം സിമ്പിൾ ലോജിക്. വെന്തിങ്ങ ഇട്ടാൽ എപ്പോഴും ദൈവസാന്നിധ്യ സ്മരണ ഉണ്ടാവും. 2 തരം വെന്തിങ്ങയുണ്ട്, നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി അത് പറഞ്ഞിട്ട് മറ്റേ വെന്തിങ്ങയിലാണ് കൂടുതൽ ശക്തി എന്ന് പറയരുത്. കാര്യം എത്രയേ ഉള്ളൂ, 2 കമ്പിളി കഷ്ണമാണ് വെന്തിങ്ങ. മാതാവിൻ്റെ ഒരു ചിത്രം ഉണ്ടാവും, അപ്പുറവശത്ത് ഒരു കമ്പിളി കഷ്ണം ഉണ്ടാവും. പണ്ടൊക്കെ വിശുദ്ധന്മാർ ഉപയോഗിച്ചിരുന്ന രോമക്കുപ്പായങ്ങളാണ് അകത്ത്. രോമക്കുപ്പായ അകത്തിട്ടിട്ട് നോക്കിയാൽ മതി, നല്ല സുഖമായിരിക്കും. വേർത്ത് കഴിയുമ്പോൾ ഈ രോമം ചൊറിയും. ഇപ്പം കമ്പിളി ചൂടത്ത് പുതയ്ക്കാൻ പറ്റുമോ? അങ്ങനെ കമ്പിളിയുടെ ഒരു കഷ്ണം അകത്തുണ്ടെന്ന് വിചാരിക്കുക. വസ്ത്രത്തിനകത്ത് വേർത്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ടാവും? നുളയ്ക്കുന്ന പോലെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളത് അറിഞ്ഞുകൊണ്ടൊരു ബോധ്യത്തിലാണ് ഇട്ടേക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഓ, ചൊറിയുന്നത് ഈ ഓർമ്മ കൂടിയാണ് ഉണർത്തുന്നത്. ആ ചൊറിച്ചിലൊരു ഓർമ്മയെ ഉണർത്തും. അപ്പോൾ സദാ ദൈവസന്നിധിയിലായിരിക്കണം. ദൈവത്തെ സ്മരിക്കണമെങ്കിൽ നമുക്ക് ഒരു ഉത്തിരിയം കൊണ്ട് ഗുണമുണ്ട്. ഉത്തിരിയത്തിന്റെ ഒരു ഭാഗം കിടക്കുന്നത് നെഞ്ചിന്റെ മുമ്പിലാണ്, ഒരെണ്ണം കിടക്കുന്നത് പുറകിലാണ്. അങ്ങനെ പുറകിലെ മുമ്പിൽ കിടക്കുന്ന ഈ കമ്പിളി കഷ്ണങ്ങൾ നമ്മൾ വേർക്കോ അനങ്ങോ ചെയ്യുമ്പോൾ ചൊറിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈശോയെ എന്തിങ്ങ ഓർമ്മ വന്നു. അകത്തുള്ള ഒരാളെ ഓർക്കാൻ പറ്റാത്ത ബലഹീനത ഉള്ളത് കൊണ്ട് പുറത്തു നിന്നൊരു സഹായം നൽകുന്ന പ്രവൃത്തിയാണ്. ഇപ്പൊ എന്തെങ്കിലും ധരിക്കണമെന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഗുണകരമാണ്. അത് ക്രിസ്തുവിനെ പ്രതിയാണെന്ന ബോധ്യം നിരന്തരം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അന്ത്യകൂദാശ ലഭിക്കും, മരണനേരത്ത് മാതാവിന്റെ സഹായം ഉണ്ടാവും. കാരണം എപ്പോഴും ഇത് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിന്റെ ബന്ധിങ്ങുണ്ട്, ഈ കമ്പിളി മുട്ടാത്തത്. അതിന് ഇത്രയും പവറ് പോരാ, അതിന് ചൊറിച്ചിൽ കുറവാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കണം, മെഡലുകളും കാശുരൂപങ്ങളും ഒക്കെ ധരിക്കുന്നതും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ വിശ്വാസ ബോധ്യത്തിലേക്ക് ഉണർത്താൻ. പൊതുജന ഭക്തി, കൗദാശിക അനുകരണം, കൂദാശകൾ, മാമോദീസ എന്ന കൂദാശ. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെതാണെന്നും ദൈവം എന്നിലാണെന്നുള്ള നിരന്തര സ്മരണ ഉണർത്താൻ വേണ്ടിയാണ് കാശുരൂപങ്ങൾ. അല്ലാതെ കാര്യങ്ങൾ സാധിക്കാവുന്ന കുറുക്ക് വഴിയായ ഏലസല്ല ഒരു കാശുരൂപം. തിരിച്ചറിയുക, അതിലേക്കൊരു ശക്തിയെ നിവേശിപ്പിച്ച് അതുകൊണ്ട് കാര്യം നടത്തിയെടുക്കാവുന്ന ശക്തി. 1 കൊരിന്ത്യർ 1:24 വചനം പറഞ്ഞിട്ടാണ് ദൈവത്തിന്റെ ജ്ഞാനവും ശക്തിയുമാണ്. അത് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുപ്പിയിൽ അടയ്ക്കുന്ന പരിപാടിയാണ്. ആ പരിപാടി സാധ്യമായ കാര്യമല്ല. നമ്മളിതിങ്ങനെ വിമർശിച്ച് പറയേണ്ടി വരുന്നത്, തെറ്റിദ്ധാരണകളിൽ പെട്ടുപോകുന്ന മനുഷ്യർ ഇതിൻ്റെയൊക്കെ പുറകെ കുറേ നടന്നു കഴിഞ്ഞ് തിരിച്ചറിവ് വരുമ്പോഴത്തേക്കും ജീവിതം തന്നെ തീർന്നു പോകും. അതുകൊണ്ട് വിഡ്ഢിത്തങ്ങളിലേക്ക് പോകാതെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് പോകണം. ഒരു കാശുരൂപവും വില കുറഞ്ഞതല്ല, ഒരു ഉത്തിരീയം വില കുറഞ്ഞതല്ല, ഒരു കൊന്തയും വില കുറഞ്ഞതല്ല. ഭക്താഭ്യാസങ്ങൾ പൊതുജന ഭക്തിയാണ്. പൊതുജന ഭക്തി കൗദാശിക കൽപ്പങ്ങളാലാണ് പൂർത്തീകരിക്കുന്നത്. കൗദാശിക കൽപ്പങ്ങൾ കൂദാശിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് മാമോദീസയാണ്. നിങ്ങളുടെ നെറ്റിയിലുള്ള വിശുദ്ധ കുരിശിന്റെ അടയാളമാണ്. നാം അവിടേക്കാണ് യാത്ര ചെയ്യുന്നത്. അകമേ വസിക്കുന്ന ഒരുവനെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയാണ് ഈ സഹായങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നത്. ക്രിസ്തു അകമേ എന്ന ബോധ്യമാണ് വീണ്ടും ജനനത്തിന്റെ യഥാർത്ഥ അനുഭവം. ഇനി ഇങ്ങനെ വിമർശിക്കാമോ? പുരോഹിതരും പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആയ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ വിമർശിക്കാമോ? അതൊക്കെ മോശപ്പെട്ട കാര്യമല്ലേ? ആരെയും കുറ്റപ്പെടുത്താനോ വില കുറച്ച് കാണിക്കാനോ അല്ല ഇത് പറയുന്നത്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 1676
ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. പൊതുജന ഭക്താഭ്യാസങ്ങളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും അജപാലനപരമായ ഒരു വിവേചന ശക്തി ആവശ്യമുണ്ട്. ക്രിസ്ത്യാനികൾ ക്രിസ്തുരഹസ്യത്തിൻ്റെ അറിവിൽ വളരേണ്ടതിനാണ് ഈ ഭക്താഭ്യാസങ്ങൾ. ആ വ്യതിചലനത്തിനുള്ളതായി മാറിപ്പോയാലോ? യേശുക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു, അതുകൊണ്ട് സമാധാനമായിരിക്കൂ എന്ന് പറയാനാണ് ഇത് വരേണ്ടത്. ജീവിതത്തിലെ ക്ലേശങ്ങൾ കുരിശിനോടൊത്തുള്ള സഹനമാണെന്ന് പഠിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഇത് വേണ്ടത്. അതേസമയം തന്നെ ദൈവത്തിനെ ആശ്രയിക്കൂ, ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറയണം. അവിടെയാണ് പ്രാർത്ഥിക്കൂ, കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നത്. ദൈവം നിന്റെ കൂടെയുണ്ട്. അത് ഒരു വ്യക്തി അയാളിൽ തന്നെ ദൈവത്തെ അനുഭവിക്കാനുള്ള അവസരങ്ങൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ വളർത്തേണ്ടതിനാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതിന് പകരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനിടയായാൽ പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. ഈ പറയുന്നത് വ്യക്തിപരമായ ആക്ഷേപമോ ഏതെങ്കിലും തരത്തിലുള്ള ഇടിച്ചു താഴ്ത്തലോ അല്ല. എല്ലാ പുരോഹിതരും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവരാണ്. എല്ലാ പുരോഹിതരും നമുക്ക് വേണ്ടി സ്വയം അർപ്പിക്കുന്നവരാണ്. പൗരോഹിത്യത്തെ 100% മാനിക്കുന്നു. ഇനി ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പുരോഹിതർ ബലിയർപ്പിച്ചാലും വളരെ ഭക്തിയോടെ സ്നേഹത്തോടെ അതിൽ പങ്കുചേരാൻ എനിക്ക് കഴിയും. കാരണം ഞാൻ അവരെ വ്യക്തികളായിട്ടല്ല, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുകാരും സമർപ്പിതരുമായിട്ട് തന്നെയാണ് കാണുന്നത്. ബഹുമാനത്തോടെയാണ് കാണുന്നത്. നമുക്ക് അങ്ങനെ ബഹുമാനിക്കാനാണ് കഴിയേണ്ടതും. അതേസമയം തെറ്റാണെങ്കിൽ പറയണം. അപ്പൻ തെറ്റ് ചെയ്താൽ അത് പറയാതിരിക്കുന്നത് ബുദ്ധിയല്ല. കാരണം അത് അദ്ദേഹത്തെ വീഴ്ത്തുമെന്ന കാര്യം നമ്മൾ അറിയണം. പക്ഷേ ബഹുമാനത്തിൽ അത് കുറവുണ്ടാകേണ്ട കാര്യമില്ല. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് പ്രധാനപ്പെട്ട് പറഞ്ഞത് പൊതുജന ഭക്തിയെക്കുറിച്ചാണ്, നമ്മുടെ ഭക്താഭ്യാസങ്ങളെക്കുറിച്ചാണ്, മെഡലുകളൊക്കെ ധരിക്കുന്നതിനെക്കുറിച്ചാണ്. അത് വിശ്വാസബോധ്യത്തോടെ ആകണം, വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാകണം. അങ്ങനെ വളർച്ചയ്ക്ക് വേണ്ടിയാകുമ്പോൾ, യാഥാർത്ഥ്യബോധത്തോടെ ആകുമ്പോൾ യഥാർത്ഥത്തിൽ അവ വിശ്വാസത്തിൽ വളരാൻ സഹായകരങ്ങളാണ്. ഭക്താഭ്യാസങ്ങൾ എപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കാനാണ് ഉപയോഗിക്കേണ്ടത്, കാര്യം നേടാനുള്ള കുറുക്ക് വഴിയായിട്ടല്ല. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ജീവിത പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും പരിമിതികളിലുമെല്ലാം സഹായിക്കട്ടെ എന്നും നിരന്തരം സംരക്ഷണാനുഭവവും ക്രിസ്തു നിങ്ങളിലെന്ന ബോധവും ഉറപ്പിക്കട്ടെ എന്നും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.